റിയൽമി P3 സീരീസ് ഒഫീഷ്യലി ലോഞ്ച് ആവുകയാണ് ഈ മാസം 18-ാം തീയതി. സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കാം. ഈ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് ഇതിൽ വരുന്നത് എന്ന്. സോ ദാറ്റ് മേക്സ് us ടോക്ക് അബൌട്ട് ദ പ്രോസസ്സർ. ഇവർ പറഞ്ഞിരിക്കുന്നത് സെഗ്മെൻറ്റ്സ് ഓൺലി സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്നാണ്. ഈ പ്രോസസ്സറിൻ്റെ AnTuTu സ്കോർ നോക്കിയപ്പോൾ 7,25,000 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് വിവോയുടെ T3 കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഫോണാണ്, അഥവാ IQ Z9. ഇവ രണ്ടിലും Dimensity 7200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ആൻഡ് സിമിലർ ആയിട്ടുള്ള AnTuTu സ്കോർ ഏകദേശം 7,20,000 എബവ് ആയിട്ടുള്ള സ്കോർ തന്നെയാണ് അതിലും നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇക്കൊല്ലം ഇറങ്ങുന്ന ഫോൺ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഫോണിനേക്കാളും ബെറ്റർ ആവുന്നത്? കഴിഞ്ഞ കൊല്ലം റിയൽമിയുടെ നാർസോ 70 ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അറൗണ്ട് 15K. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 18Kയിൽ ഇറങ്ങിയ വിവോ T3 അഥവാ IQ Z9 കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള AnTuTu സ്കോർ, അതായത് 7 lakh എബവ് സ്കോർ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. ബട്ട് അതിൻ്റെ പ്രോസസ്സർ ഇതിനേക്കാളും താഴ്ന്നതായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ AnTuTu സ്കോർ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിമൈസേഷനാണ്. കൂടാതെ അതിൻ്റെ UFS 3.1 സ്റ്റോറേജ്, ഇവ രണ്ടും കൂടെ ചേരുമ്പോഴാണ് 7 lakh പ്ലസ് ആയിട്ടുള്ള AnTuTu സ്കോർ ഇവിടെ കാണാൻ സാധിച്ചത്. സിമിലർലി ഇവിടെ 7S Gen 3 ഏകദേശം Dimensity 7200 സ്കോർ തന്നെ തരുന്നുണ്ടെങ്കിലും UFS 3.1 സ്റ്റോറേജും ഒപ്പം റിയൽമിയുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷനും കൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് ടു സീ അറൗണ്ട് എ സ്കോർ ഓഫ് 8 lakhs. ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിയൽമിയുടെ BGMIയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. നമുക്കൊരു മിനിമം 90 FPS ഗെയിമിംഗ് അവിടെ കിട്ടണം. കാരണം കഴിഞ്ഞ കൊല്ലം 15Kന് ഇറങ്ങിയ നാർസോ 70 ടെർബോ വരും 90 FPS കിട്ടുമായിരുന്നു, ബട്ട് ഇൻ ലോ ഗ്രാഫിക് സെറ്റിംഗ്സ്. ഇവിടെ ഒരു മീഡിയം ഗ്രാഫിക് സെറ്റിംഗ്സിൽ ഒരു 90 FPS ഗെയിമിംഗ് മിനിമം ഇവർ തരേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിന്റെ അനൗൺസ്മെന്റിന് യാതൊരു പ്രാസക്തിയുമില്ല. സെഗ്മെന്റിൽ ആദ്യമായിട്ട് ഒരു ക്വാഡ് കേർവ് ഡിസ്പ്ലേ വരാൻ പോകുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഈ ക്വാഡ് കേർവ് എന്ന് പറയുന്ന ഡിസ്പ്ലേ കണ്ടത് ഓണറിന്റെ 200 എന്ന് പറയുന്ന ഫോണിലായിരുന്നു. ആൻഡ് അത് ലോഞ്ച് ചെയ്ത് അറൗണ്ട് 35,000 ഒരു 120,000 ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ വരുന്നത്. വളരെ നല്ല കാര്യം, ബിക്കോസ് റിയൽമിയുടെ P2 Proയിലൊക്കെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വന്നത്. കേർവ് ഡിസ്പ്ലേയെക്കാളും ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആണ്. ആൻഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് ഈസ് ഓൾസോ ബെറ്റർ. ഗെയിമേഴ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. 6000 mAh ബാറ്ററിയാണ് ഇതിൽ വരാൻ പോകുന്നത് വിത്ത് 80 watts ചാർജിങ്. ഏതാണ്ട് 40 മിനിറ്റിനുള്ളിൽ 0 to 100 ഈ ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആകും. നല്ല കാര്യം തന്നെ. പക്ഷേ പേടിയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമി P1 എന്ന് പറയുന്ന ഫോണായിരുന്നു. അതിൽ 5000 mAh ബാറ്ററി 45 watt ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു വന്നത്. ബട്ട് അതിന്റെ ബാറ്ററി ബാക്കപ്പ് വെറും 3-4 മണിക്കൂറായിരുന്നു. ഈ ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫെബ്രുവരി 11 വരെ വെയിറ്റ്